ഇതിപ്പോ നടക്കില്ല ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരു വണ്ടി വിളിച്ചിട്ട് ഓരോ ഇവിടുന്ന് കൊണ്ടായി കളി അതപ്പൊ പറയാം. നിങ്ങൾ എന്ത് തമാശയാക്കണം, നിങ്ങളുള്ള കാര്യം പറയാൻ നോക്കി. അപ്പൊ കാര്യം എന്നാടോ ചങ്ങായി പറഞ്ഞേ? ഈ സുഗതനും പ്യാരും അവിടെ കിടക്കണേ, ഇങ്ങക്ക് എന്തിനും മുട്ട ഞാൻ പറഞ്ഞ അങ്ങോട്ട് മാറാ സഹിക്കണത് ഞങ്ങളാണ്. അല്ല കോയ, അപ്പൊ ഈ പ്യാരിയും സുഗതനും ശരിക്കും ഈ അടച്ചിട്ട റൂമിനകത്ത് തന്നെയാണല്ലോ ഇരിക്കണത്. പിന്നെ എന്താണ് അതിനകത്തൊരു പ്രശ്നം? ഏടോ ചെങ്ങായി, ഞാൻ ഒരു ദിവസം എന്റെ വീടിന്റെ ജനലും അങ്ങോട്ട് തുറന്നപ്പോ പ്യാരി അവന്റെ വീടിന്റെ ജനലും ഇങ്ങോട്ട് തുറന്നും ഇങ്ങോട്ട് നോക്കുക. എന്താ അതിനെന്താന്നോ, ഏടോ ഒരു തുമ്മൽ അങ്ങോട്ട് തുമ്പി ഒരു കാറ്റും വന്ന തീർന്നില്ല എന്റെ പണി. ഏയ്, അതിന് നിങ്ങളുടെ വീടും അയാളുടെ വീടും തമ്മിൽ ഒരുപാട് ദൂരല്ലേ? എത്ര ദൂരമുണ്ട്? എന്റെ മെമ്പറെ, ഞാനൊരു കാര്യം പറയാം. ഈ പ്യാരിജാത വന്നേക്കുന്നത് അന്യ സംസ്ഥാനത്തു നിന്നാണ് അല്ലേ? പിന്നെ അന്യ സംസ്ഥാനത്തുള്ള അണുക്കൾക്ക് നമ്മുടെ കേരളത്തിൽ വന്ന അണുക്കളെക്കാളും വീര്യം കൂടുതലാണ്. വിവരക്കേടിന്റെ ഹെഡ് ഓഫീസാണ് പോയി. എന്ത് വിവരക്കേടുന്നാടോ ചങ്ങായി പറഞ്ഞത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചൈനയില് കിടക്കണ സാധനം പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് എത്താച്ചാ പിന്നെ പ്യാരിലോർന്ന് എന്റെ വീട്ടിലേക്ക് എത്താൻ അപ്പത്ര വലിയ താമസം? അതെ, എന്തെങ്കിലും പറയണേ? കോയക്ക, ഇതിപ്പോ ഗവേഷകർ അന്വേഷിച്ചപ്പോ പ്രകാശത്തിനേക്കാളും വേഗത കൂടുതലാണ് ഈ സാധനത്തിന്. ഏത് പ്രകാശന്? വെളിച്ചം. വെളിച്ചത്തിന് എവിടെ വേഗത? ശാസ്ത്ര വിഡ്ഢിത്തരം പറയുന്നത്. അതെ കോയക, ഇപ്പൊ അവർക്ക് അസുഖമില്ലല്ലോ. അവരിപ്പോ അടച്ചിട്ടിട്ടുള്ള ഒരു റൂമിനകത്താണ് ഇരിക്കുന്നത്, ക്വാറന്റൈനിലാണ്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അസുഖം വരാലോ, വരുമ്പോഴല്ലേ. വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മന്മത, അനക്കാണ് ഇപ്പൊ ഈ അസുഖം വന്നു വിചാരിക്കുക, അന്നപ്പം നാട്ടിൽ നിന്ന് ഞങ്ങളായിട്ട് ആട്ടി ഓടിക്കുക. ഈ മൊയ്തൊക്കെ എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ യുഗാണ്ടയിലെ കാര്യം സംസാരിക്കരുത്. അല്ല, ഉള്ള കാര്യമാണ് ചോദിക്കണത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ ക്വാറന്റൈനിൽ ഇരിക്കുന്ന സുഗതനെയും പ്യാരിജാതനെയും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മാറ്റി താമസിപ്പിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ എത്ര ഉണ്ടാവും? ഈ പഞ്ചായത്തിലുള്ള ആൾക്കാർ മുഴുവനും. അതെങ്ങനെ ഉണ്ടാവില്ല? ആ എതിർപ്പുള്ള ആൾക്കാരുണ്ടല്ലോ. അണ്ട് ഇതായിരിക്കണു. ഈ ഒരാൾക്ക് തന്നെ എതിർപ്പുള്ള അല്ലാണ്ട് ആരാണ്? ഇവരുള്ളവർക്കൊക്കെ ഉണ്ടാവും എതിർപ്പ്. അല്ല 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 അതിനകത്ത് വേറെ വിഷയമുണ്ട് മൊയ്തു. അതായത് ഇപ്പൊ ഒരു പഞ്ചായത്തില് ഭൂരിപക്ഷം ആളുകൾ എങ്ങനെയാണ് നിൽക്കുന്നത് വെച്ചാൽ അതിന്റെ കൂടെ നിൽക്കാനേ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറ്റുള്ളൂ. പറഞ്ഞത് ഞാൻ അതാണ് എന്റെ ശരി അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോയേക്കാം. നാളെ മീറ്റിംഗ് ഉണ്ട് പഞ്ചായത്തില്. ഞാൻ ആ മീറ്റിംഗില് നമ്മുടെ ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കട്ടെ. എന്നിട്ട് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്താം. വേഗം എത്തണം. പിന്നെ മെമ്പർ ഒരു കാര്യം മറക്കണ്ട, ഇലക്ഷൻ സമയത്ത് ഈ പ്യാരിജാതനും സുഗതനും ഒന്നും ഇല്ലായിരുന്നു, ഞങ്ങളൊക്കെ അപ്പൊ അവരൊന്നും വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ജയിക്കുമല്ലോ. ഞാൻ പറഞ്ഞാണ് ഇതൊക്കെ ആലോചിക്കണല്ലാണ് ഭൂരിപക്ഷത്തിന്റെ കൂടെ മെമ്പർ നിൽക്കുക. അതെ 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 അതെ. അപ്പൊ അതൊരു കാര്യം ചെയ്യാം, നിങ്ങൾ വിട്ടോളി. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു ഓൺലൈൻ മീറ്റിംഗ് ആണ്. എന്താ വിഷയം? കൊറോണയും മനുഷ്യത്വം. നല്ല വിഷയം. മനുഷ്യന്റെ ഒപ്പം എത്തി കൊറോണ, മനസ്സിലാക്കി. ശരി ശരി. അപ്പൊ ശരി. ഓ ആയിക്കോട്ടെ. അപ്പഴേ നടക്കണ്ട, ഭൂരിപക്ഷം അതിന്റെ ഒപ്പം നിന്നാണ് കൂടണ്ടല്ലോ. കുരുത്തം കെട്ട ജാതികള്.